Santa Fe has just pitched up in heaven. 2022 ഡിസംബർ 18 ലുസേൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ജനതയുടെ 36 വർഷത്തെ കാത്തിരിപ്പിന് അറുതി വരുത്താൻ ഒരു 35-കാരൻ മൂലക കാരണമാവണമെന്നുള്ളത് ആരുടെ തീരുമാനമായിരിക്കണം? ലോകരക്ഷകന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ലോകം ഒരുങ്ങുന്ന വേളയിൽ തന്നെയാവണം അർജന്റീനയുടെ രക്ഷകന്റെ കൈകളാൽ ആ കനക കിരീടം പുളകം കൊള്ളേണ്ടതെന്നത് ആരുടെ ഭാവനയിൽ വിരിഞ്ഞതായിരിക്കണം? മരണത്തിന്റെ മഹാനിദ്രയിലേക്ക് ആണ്ടുപോകും മുമ്പ് ഒരു മനുഷ്യായുസിൽ തന്റെ നഗ്നനേത്രങ്ങളാൽ മുഴുവൻ കാണേണ്ടിയിരുന്ന നയനമനോഹരമായ കാഴ്ച ഞങ്ങളുടെ അക്ഷകളിൽ നിന്ന് പകർന്നു തന്നത് ആരുടെ സമ്മാനമായിരിക്കണം? നന്ദി നാം ആരോടെല്ലാം ചൊല്ലേണ്ടിയിരിക്കുന്നു. ദൈവത്തിനോടാണോ, സ്കലോണിയോടാണോ, അതോ ഞങ്ങളുടെ നായകന് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത ഒരു കൂട്ടം നീലപ്പടയാളികളോടാണോ? അവർക്ക് വേണ്ടി ഇമവെട്ടാതെ അർത്ത് വിളിക്കുന്ന ഗഗനനീലിമയെ നെഞ്ചിലേറ്റിയ ആരാധക കോടി വൃന്ദങ്ങളോടാണോ? അതോ ആകാശങ്ങളിലെ ഡഗൌട്ടിലിരുന്ന് 1000 കണ്ണുള്ള മാലാകമാർക്കൊപ്പം അർജന്റീനയ്ക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയുന്ന ഡിയാഗോ അർമാൻഡോ മറഡോണയോടാണോ? എല്ലാത്തിനുമുപരി വെറും 4.5 കോടി ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യത്തിന്റെയും അതിനു പുറത്തുള്ള എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി ആരാധകരുടെയും പ്രാർത്ഥനകളെ, പ്രതീക്ഷകളെ, സ്വപ്നങ്ങളെ ഒരിക്കൽ കൂടി തോളിലേറ്റിയ ആ ചെറിയ വലിയ മനുഷ്യനോടാണോ? അറിയില്ല. ആരോട് നന്ദി പറയണമെന്ന് അറിയില്ല. ഡിസംബർ 18 ആ രാത്രിയിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ ഉറ്റുനോക്കുന്ന ആ മത്സരത്തിന്റെ 70 മിനിറ്റിലേറെ അർജന്റീന കളം നിറഞ്ഞാടിയപ്പോൾ 2-0 എന്ന സ്കോറിന് വിജയമുറപ്പിച്ച ആലസ്യത്തിലായിരുന്നു അർജന്റീന ആരാധകർ കളി കണ്ടത്. ആരാധകർക്കാണെങ്കിൽ ഫൈനൽ വിരസമായി പോയതിന്റെ നേരിയ വിഷമം കൂടി തോന്നിക്കാണണം. അർജന്റീനയും ഹോളണ്ടും തമ്മിൽ നടന്ന തീപ്പൊരി പോരാട്ടമായിരുന്നു ഈ ടൂർണമെന്റിലെ മികച്ചതെന്നും ഇവിടം അത്തരം വെല്ലുവിളികളൊന്നും ഉയരുന്നില്ലെന്നൊക്കെ തോന്നിയ നിമിഷങ്ങൾ ഓരോ ആരാധകരിലും ഉണ്ടായിരിക്കണം. എംബാപ്പയൊക്കെ നനഞ്ഞ പടക്കമായല്ലോ എന്നും തോന്നിക്കാണണം. എന്നാൽ ടൂർണമെന്റിലല്ല, ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച ഗംഭീര പോരാട്ടത്തിനാണ് ഇനി സാക്ഷിയാവാൻ പോകുന്നതെന്ന് ഞാനടക്കമുള്ള ഓരോ ആരാധകരും അറിഞ്ഞിരുന്നേയില്ല. മത്സരം 80-ാം മിനിറ്റ്. കളി തീരാൻ ഇനി 10 മിനിറ്റ് മാത്രം ബാക്കി. ആ നിമിഷത്തിലാണ് യഥാർത്ഥ കളി ആരംഭിക്കുന്നത്. ഓരോ അർജന്റീന ആരാധകന്റെയും ഉള്ളിൽ നുരഞ്ഞു പൊങ്കിയ അഹംഭാവത്തിന്റെ മുനയൊടിക്കാൻ ദൈവം കാത്തുവെച്ച നിമിഷം കിലിയൻ എംബാപ്പയുടെ രൂപത്തിൽ അവതരിച്ചു. ആദ്യം വല തുളച്ചത് പെനാൽറ്റിയിലൂടെയായിരുന്നു. ആ പ്രഹരത്തിൽ നിന്നും മോചിതരാവാൻ പോലും സാധിക്കും മുമ്പ് വെറും 90 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അടുത്ത തീയുണ്ട മാർട്ടിനസിന്റെ കൈകളിൽ മുത്തമിട്ടുകൊണ്ട് വല കുലുക്കുന്നു. ദൈവമേ, നീ എന്തിന് ഞങ്ങളെ കൈവിട്ടു എന്ന് വിലപിക്കാൻ പോലും ആകാതെ നിശബ്ദരായി ഞങ്ങൾ തരിച്ചിരുന്നപ്പോൾ അനിശ്ചിതത്വത്തിന്റെ ആഴക്കടയിലേക്ക് ദൈവം ഞങ്ങളെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിരുന്നു. ശേഷിച്ചത് ഐതിഹാസികമായ പോരാട്ടമായിരുന്നു. കിരീടം നിലനിർത്താൻ ഫ്രാൻസും തിരികെ പിടിക്കാൻ അർജന്റീനയും കളി തുടങ്ങി. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കാറ്റുവഞ്ചിയിലേറി അവരോടൊപ്പം കോടിക്കണക്കിന് ആരാധകരും കരകാണ കടലിലേക്ക്. എന്നാൽ മത്സരത്തിന്റെ 120 മിനിറ്റും പിന്നിടുമ്പോൾ സ്കോർ ബോർഡ് തുല്യമായിരുന്നു, 3-3. ഇനി മാർട്ടിനസിന്റെ ഊഴമായിരുന്നു. അർജന്റീനിയൻ ആരാധകർക്കും സഹകളിക്കാർക്കും നൽകിയ വാഗ്ദാനം അയാൾക്ക് നിറവേറ്റണമായിരുന്നു. എംബാപ്പയോട് തുടർച്ചയായി പരാജയപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ 2 പെനാൽറ്റി കിക്കുകൾ മാർട്ടിനസ് എന്ന മഹാമേരുവിൽ തട്ടി തകർന്നു വീണു. മറുവശത്ത് അർജന്റീനയുടെ വിശ്വസ്തരാകട്ടെ എല്ലാ അവസരങ്ങളും കൃത്യമായി വലയിലെത്തിച്ചപ്പോൾ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചു. ഇൻകകളുടെ സൂര്യദേവൻ അർദ്ധരാത്രിയിലും ആകാശത്ത് പുഞ്ചിരി പൊഴിച്ചു. അർജന്റീന ഇത് നേടിയെന്ന് വിശ്വസിക്കാൻ ഓരോ ആരാധകർക്കും ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും ഉണ്ടായിരുന്നു ആ അപ്രവചനീയത. Messi will be sated. France this time denied, defied. ഡിസംബർ 18 ലുസേൽ സ്റ്റേഡിയത്തിലെ ആർപ്പ് വിളിക്കുന്ന 10,000 സാക്ഷിയാക്കിക്കൊണ്ട് അയാൾ തനിക്ക് കിട്ടിയ ബെസ്റ്റ് പ്ലെയർ അവാർഡും വാങ്ങി പതിയെ നടന്നു നീങ്ങി. കൂട്ടുകാർക്കിടയിലേക്ക് നടക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിൽ ലോകത്തിന്റെ സകല തിളക്കവും തന്നിലേക്ക് ആവായിച്ചു നിൽക്കുന്ന സ്വർണത്തിന്റെ ആ ഭൂഗോളം അയാളെ കാന്തശക്തിയാൽ വലിച്ചെടുപ്പിച്ചു. നിമിഷങ്ങൾക്കപ്പുറം തന്റെ കൈകളിലേക്ക് തന്നെ വരാനിരിക്കുന്നതാണ് അതെന്ന തിരിച്ചറിവിലും അയാൾ അതിനടുത്തേക്ക് തിരിഞ്ഞു നടന്നു. ഒരു നിമിഷാർദ്ധത്തിൽ അയാൾ അതിനെ പതിയെ തലോടി. അയാളുടെ ചുണ്ടുകൾക്കും ആ സ്വർണ്ണഗോളത്തിനുമിടയിൽ നിലനിന്നിരുന്ന ശൂന്യത അലിഞ്ഞില്ലാതാകുമ്പോൾ ലോകം ഇങ്ങനെ മന്ത്രിച്ചു: അയാൾ ഫുട്ബോളിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. അയാളുടെ കടങ്ങൾ ദൈവങ്ങൾ വീട്ടിയിരിക്കുന്നു. Lionel Messi has conquered his final peak. Lionel Messi has shaken hands with paradise.
The little boy from Rosario Santa Fe has just pitched up in heaven. He climbs into a galaxy of his own. എന്നിട്ടും ചിലർ പറഞ്ഞുകൊണ്ടേയിരുന്നു സ്ക്രിപ്റ്റഡായ വേൾഡ് കപ്പാണ് എന്ന് പോലും. ശരിയാണ്, ആ വേൾഡ് കപ്പ് അയാൾക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരുന്നു. ആ എഴുത്തുകാരനെ നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ആരാകും നിലം പറ്റിയുള്ള ഷോട്ടിൽ മെക്സിക്കൻ ഡിഫൻഡർമാരെ കടന്ന് ഒക്ചാവയുടെ നീരാളി കൈകൾക്കും പിടികൊടുക്കാതെ ആ ബോളിന് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക? ആരാകും ഓസ്ട്രേലിയൻ ബോക്സിൽ നിരന്നു നിൽക്കുന്ന മഞ്ഞക്കുപ്പായക്കാർക്കിടയിലൂടെ ആ പന്തിനെ പറഞ്ഞയച്ചിരിക്കുക? വാൻഡേക്കിന്റെയും അക്കയുടെയും ഡിഫൻസിനെ കീറിമുറിച്ച് മൊളീനയുടെ കാലുകളിലേക്ക് ഒരു കവിത പോലെ ആ പാസിനെ ആരാകും കടത്തിവിട്ടിട്ടുണ്ടാവുക? എമി മാർട്ടിനസ് എന്ന കാവൽ ഭൂതത്തിന് ഏത് ദിശയിൽ ചാടണമെന്ന് പറഞ്ഞുകൊടുത്തത് ആരാകും? ഒരു നെടുവീർപ്പിന് പോലും ഇടയില്ലാത്ത അന്ധകാരത്തിനൊടുവിൽ കൗലോ മുവാനിയുടെ പൊള്ളുന്നൊരു ഷോട്ടിനെ എമിയുടെ കാലിൽ ഒടുങ്ങാൻ ആരാകും കൽപ്പിച്ചിട്ടുണ്ടാവുക? എല്ലാം വികൃതമായ തിരക്കഥയായിരുന്നു. ആ തിരക്കഥ എഴുതിയത് ദൈവവുമായിരുന്നു. ആൽബി സെലസ്റ്റിയൻ വസന്തത്തെ കെട്ടയച്ചു വിട്ട ദൈവങ്ങൾക്ക് നന്ദി. ഇത്ര മനോഹരമായ ഒരു തിരക്കഥയ്ക്ക് നന്ദി. ലോകത്ത് തോറ്റുപോകുന്നവർക്ക് ഏത് നേലില്ല കയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ഈ കഥയുടെ ചൂട് മാത്രം മതിയാകുമല്ലോ. നിർഭാഗ്യങ്ങളുടെ വിരലകങ്ങളിൽ നിന്നും കൈവിട്ടുപോയതെല്ലാം തിരിച്ചു പിടിച്ച ഒരു രാജാവിന്റെ കഥയാണിത്. നന്ദി പ്രിയപ്പെട്ട മാർട്ടിനസ്, ആ ഗോൾവലക്കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുനിന്നതിന്. നന്ദി മരിയ, ആ ഗോൾഡൻ ഗോളിന് ശേഷം നിറക്കണ്ണുകളോടെയുള്ള ആ ആഘോഷത്തിന്. നന്ദി സ്കളോണി, നിതാന്തമായ ശാന്തതയോടെ നയിച്ചതിന്. രക്തം വിയർക്കുന്നത് പോലെ ഓടിക്കളിച്ച നീലയിലും വെള്ളയിലും വെട്ടിത്തിളങ്ങിയ ഓരോ അർജന്റീനിയൻ കളിക്കാരനും